ഏത് ഓഫീസ് വരെ ചെല്ലുമോ ഭഗവാനെ? ദൈവമേ കാത്തു രക്ഷിക്കണേ. ഹലോ, ഞാനെത്തി. രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ അകത്തോട്ട് കയറുക. ഓക്കെ എന്നാ. കണ്ണിലേക്ക് ഇത് അമ്മാത്തൊന്നും ഇറങ്ങും ചെയ്തില്ല, തെറ്റിയില്ല. ഇതും കൊണ്ട് പോന്നിട്ട് അങ്ങോട്ട്. അയ്യടാ, ഞാനല്ല ആളാ, കണ്ണട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവര് കണ്ടാഞ്ഞിപ്പോൾ അത് മതിയമേനി. കറക്റ്റ് കണ്ണിലേക്ക് തന്നെ വരട്ടെ. പോരട്ടെ, പറ്റേ കണ്ണിൽ പറ്റേ. അല്ലല്ലോ കണ്ണിൽ മരുന്നെത്തിക്കാൻ, കണ്ണൊട്ടിൻ്റെ അടുത്ത് കണ്ണിൽ മരുന്നെത്തിക്കാന്ന് ഡോക്ടറെ പറയണല്ലോ. അമ്മടാ ഇല്ല, പറഞ്ഞില്ല. ഇതെവിടെയാണൊക്കെ പാടെ മുട്ടായി തരൂ കത്തി ഉറച്ചല്ലോ. നല്ല പിടുത്തം കിട്ടുന്നില്ലല്ലോ. അത് ഇവിടെ തന്നെയാണല്ലേ. ഞാൻ പകുതിയായി വെച്ച പണി മുഴുവനാക്കാൻ പറ്റിയില്ലല്ലോ. ഇത് എവിടെയാണ് ഇതിപ്പോൾ പിച്ച് ചെയ്യേണ്ടതെന്നാ. ഇത് ലെൻസാണ് ഊരിപ്പോകുന്നത് വെച്ചാൽ കണ്ണിന് വെക്കാൻ ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് ഇപ്പോൾ ഊരിപ്പോകുന്നത്. ഇവിടെ എടാ, ഒരാവശ്യത്തിന് വിളിച്ചാൽ ഇവിടെ ഇപ്പം എനിക്ക് ആരും കിട്ടൂല്ലോ. ഇവിടെ ഓയ് അല്ല മോനെ, എടാ ഇതൊന്ന് ഫിറ്റ് ചെയ്യ്. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് അത് ഫിറ്റ് ചെയ്യ്. എനിക്കറിഞ്ഞൂടെ. എനിക്കറിഞ്ഞൂടെ പൊന്നു മോനെ. ഒരു ക്യാമറ അസിസ്റ്റൻ്റ് ആകുമ്പോൾ ആദ്യം ക്യാമറേൻ്റെ ഊരിപ്പോയ സാധനങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? എന്നാലും എൻ്റെ മാതിരി വലിയൊരു ക്യാമറാമാൻ ആവുള്ളൂ. മനസ്സിലായോ? അല്ല, ഞാനിവിടെ ക്യാമറ അസിസ്റ്റ് ചെയ്യാൻ വന്നതല്ല, ജോലി കിട്ടുമോന്ന് അറിയാൻ വന്നതാ. ആര്? ജോലിയെ അന്വേഷിച്ച് വന്നതാ. അതെ. ചിരിപ്പിക്കാനായിട്ട് വന്നിട്ട് അന്നേരം കൂടെ പറഞ്ഞേച്ച് MD സാറ് വന്നിട്ട് വന്നു. MD സാർ MD ഭാസ്കരനായിരുന്നല്ലേ ആള്. മോനെ, ഈ പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ചിരുന്ന നല്ല കാണാനൊക്കെ നല്ല രസമുള്ള പെണ്ണല്ലേ. ഓളെ ശരിക്കുള്ള പേര് ഷീലാന്നല്ല. ഷീലയല്ല, ഷീലെന്നല്ല. അതല്ല, പിന്നെ ശാരദാനാ. ശാരദ എന്ന് പറഞ്ഞ വേറൊരു നടി ഉണ്ട്. ഓളെ ശരിക്കുള്ള പേര് ശീലാന്നാ. കുട്ടിയെ, ശീലക്ക് ഇന്നോട് ചെറിയൊരിഷ്ടവും പ്രേമവും പ്രണയവും വർദ്ധാനായി മൊത്തം ഫീൽഡ് മൊത്തം അത് പാട്ടായി. കുട്ടിയെ നല്ല തള്ളല്ലേ. പിന്നെ 1921 അന്നത്തെ കാലത്ത് നമ്മളെ നാട്ടില് ക്യാമറ ഇല്ല. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉരുവിലാണ് കൊണ്ടുവരിക. എത്രയായി പോലെ സാർ ചായ കുടിക്കാൻ എന്തെങ്കിലും താ. ഓ, ജോലി ചെയ്യാൻ നീയല്ലേ, അപ്പൊ കൂലി പറയേണ്ടത് നീയല്ലേ. സാറിനോടൊക്കെ ഞാൻ എങ്ങനെ സാറേ കൂലി പറയുന്നത്? ചായ കുടിക്കാൻ ചായയും ഒരു കടിയും കൂടെ കടിക്കും. ഇതെന്നെ 10 രൂപ. നീയല്ലേ പറഞ്ഞ ചായ കുടിക്കാൻ എന്തെങ്കിലും മതിയൊന്നും. എന്റെ സാറേ ഒരു 100 രൂപയെങ്കിലും താ. 100 രൂപയോ ചായ കുടിക്കാൻ? അപ്പൊ നീ അണ്ടാവിലാണോ ചായ കുടിക്കുന്നത്?
സാറേ ഞാൻ പറഞ്ഞത് ഓട്ടോ കൂലി 100 രൂപ തരണമെന്നാ പറഞ്ഞത്. ഓട്ടാക്കൂലി 100 രൂപ. ആ അതെ, കാർഡ് എടുക്കൂ. കാർഡ് എടുക്കാൻ ഞാൻ തത്തമ്മയോ? ഇവിടെ പരമശിവന്റെ മുരുകന്റെ പടമുള്ള കാർഡിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അറിയില്ലല്ലേ, ക്രെഡിറ്റ് കാർഡ് എടുക്കുമെന്ന്. ഇത് ഞാൻ എടുക്കും, പക്ഷെ ബാങ്കുകാർ എടുക്കുമല്ല. പിടിച്ചേ 100 രൂപ തന്നെ. 100 രൂപ താ സാറേ. നീ 100 രൂപ കൊണ്ടേ പോത്തുള്ളൂ. ആ പോകത്തുള്ളൂ. നിനക്കെന്നെ മനസ്സിലായോ? ആ അറിയാം. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ തേപ്പ്. അത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാർത്തയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് കയറും. ന്യൂസോ? ആ അതന്നെ. ഓട്ടോ ഡ്രൈവർമാരുടെ അമിത ചാർജ് ഈടാക്കൽ വിജിലൻസ് അന്വേഷിക്കുന്നു. വിജിലൻസോ? അവരാണല്ലോ ഇപ്പൊ എല്ലാ കേസും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് 100 വേണോ അതോ വാർത്ത വേണോ അതോ വിജിലൻസ് വേണോ? എന്റെ പൊന്ന് സാറേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എനിക്ക് എന്റെ ഓട്ടോ മതി. മതിയല്ലോ. രാവിലെ ഇറക്കുന്ന ഒരു ഉണക്ക ചാനലുമായിട്ട്. ഗുഡ്. വൈകിയാണെങ്കിലും അവൻ വിവേകം വന്നു. ഉണക്ക ചാനലോ? അതവൻ എന്നെ ഒന്ന് ആക്കിയതാണോ അതോ ആക്കാൻ നോക്കിയതാണോ? അയ്യോ, എന്റെ മറ്റേത് എന്നാ പോക്കാടായി പോയത്? എന്താണോ? എന്റെ കോട്ടയിനകത്തിരിക്കു വന്നു. ഇതില്ലാതെ എന്റെ ഓഫീസിലോട്ട് എന്ന് കയറി അവിടെ കുറെ ഏമാമാരിപ്പുണ്ട്. അമാരെനിക്ക് ഒരു വിലയും തരത്തില്ല. അതിന് തനിക്ക് എന്ത് വിലയാ ഉള്ളത്? കിലോയ്ക്ക് 18 കുറച്ചെടുക്കട്ടെ. പിന്നെ അതിന് വില കുറച്ച് ഇവിടെ ഓറഞ്ച് കിട്ടും. ഒന്ന് പോടോ. അയ്യോ മേലാനുട്ടിയേ, അല്ല ഇപ്പൊ ഇതിരെ കരയണ് മോനെ. ഈ സിൽക്ക് സ്മിതാന്ന് കേട്ടിട്ടുണ്ടോ? ആ, എന്നാല് ശരിക്കും സിൽക്കല്ല, കോട്ടന. ഈ സിൽക്ക് എന്നുള്ളത് ഞാൻ ഇട്ടതാ. ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഓള് സിൽക്കായത്. പിന്നെ ഒക്കെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഓള് ഡാൻസ് കളിക്കുന്നുള്ളൂ. അത് ശരിയാ. കണ്ണ് കാണാത്തോണ്ട് സിൽക്കിന് ഏത് ഡ്രസ് ഇട്ടോണ്ട് ഇയാളുടെ മുമ്പിൽ നിന്ന് ധൈര്യമായിട്ട് ഡാൻസ് കളിക്കാം. കാഴ്ച ശക്തി. ഈ മൂടൽമഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞത്? ഈ സാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമറമാൻ. ഈ ചാനലിലെ സൂപ്പർമാനാണ് നാരായണക്കുട്ടിയെ. എന്റെ നാരായണൻകുട്ടിയെ, നാരായണൻകുട്ടി, ഈ നാരായണൻകുട്ടി കാണിച്ച പണി അറിയാവോ? ഇല്ല. നീ മകരവിളക്ക് കണ്ടായിരുന്നോ? പിന്നെ കണ്ടു. എങ്ങനെയുണ്ട്? ക്ലിയർ ആയിട്ടുണ്ടോ? നല്ല പോലെ കണ്ടു. അയ്യോ, ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഒരാളെ കവർ ചെയ്യാൻ വിട്ട് മകരവിളക്ക്. ആരെയാണ്? ഇരിക്കുന്നു ഈ ചാമ്പ്യൻ. പോയി പിടിച്ചോണ്ട് വന്ന എന്തോന്ന് അറിയാമോ? പമ്പേ ചെന്തോന്ന് അറിയത്തില്ല, എവിടുന്നാന്ന് അറിയത്തില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പറയാം ഇതാ മകരവിളക്കെന്ന്. ഈ മുടിഞ്ഞവൻ ഒരു ദിവസം മുഴുവൻ നിന്ന് തർക്കിച്ചെന്ന് ഞങ്ങളോട്. ഇതാണ് മകരവിളക്കെന്ന്. മകരവിളക്ക് നമ്മൾ കണ്ടിട്ടില്ലയോ? ചെമ്മീൻ ചാടിയാലേ മുട്ടോളം, പിന്നെയും ചാടിയാലേ ചട്ടിയില്. മനസ്സിലായിക്കോളൂ. ചെമ്മീൻ നല്ലപോലെ ചാടുമെങ്കിൽ അടുത്ത ഒളിമ്പിക്സിന് കൊണ്ട് വിടും, സ്വർണ്ണ മെഡൽ കിട്ടും. ഈ ഉണ്ടോയ്ക്കോ? എനിക്കല്ലേ ചെമ്മീനെ പറ്റി കറക്റ്റ് അറിയാം. പറയിക്കാതെ ഇവിടുന്ന് കൂടുതൽ താങ്ങിയതാണല്ലോ, എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ ഇയാള്. ആക്കി തന്നെയാണ്. എടാ, ചെമ്മീൻ കച്ചവടം ചെയ്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഏത് പൊടിക്കുഞ്ഞിനും അറിയാം. ഞാനത് എവിടെയും പറയും, എനിക്കൊരു ആക്ഷേപമില്ല. പ്രായമുള്ളൊരു മനുഷ്യനല്ലേ, അത് വിട്ട്. എന്ത് പ്രായം എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായം മാറ്റാൻ പറ്റുമോ? മാറ്റത്തില്ല. വെച്ചോണ്ടിരുന്നു. അല്ല, നീ ആരാ? നിനക്കെന്താ? നീ എന്താ ഇവിടെ? നിന്റെ പേരെന്താ? എന്റെ പേര് ബ്രൈറ്റ് സാബു. ബ്രൈറ്റ് സാബു ബ്രൈറ്റ്. അല്ല, നീ എന്തിനാ ഇവിടെ വന്നെന്ന് പറഞ്ഞേ? ഇന്റർവ്യൂവിനായിട്ട്. ഇന്റർവ്യൂ? ഇന്റർവ്യൂവിന് വന്നാണെങ്കിൽ എന്റെ ബെഡ്റൂമിലേക്ക് വരും. എന്റെ ഓഫീസ് റൂമിലേക്ക് വരാൻ. വരൂ. ഇത് വേണ്ട, ഒരു സുഖമില്ല. ഓക്കെ, യെസ്, കം ഇൻ. ഇരിക്കൂ. എണീക്കടാ. MD-യുടെ മുന്നിൽ കയറി ചാടിക്കറി അങ്ങ് ഇരിക്കുന്നു ഞെളിഞ്ഞ്. സാറല്ലേ പറഞ്ഞിരിക്കാൻ? ഞാനങ്ങനെ പലതും പറയും, അത് കേട്ട് ഉടനെ ചാടിക്കറി ഇരിക്കരുത്, എന്റെ വില പോകും. ഒരു റിപ്പോർട്ടറാകാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? യോഗ്യത എന്ന് പറയുമ്പോ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞാൻ നല്ലൊരു കുശുമ്പനും അസൂയക്കാരനുമാണ്. പിന്നെ രണ്ടുപേര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിക്കാൻ എനിക്ക് നല്ല കഴിവാ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ വിഷയം കിട്ടിയ ഞാനത് പറഞ്ഞു 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 പോലിപ്പിച്ച് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കും. മനസ്സിലായില്ല? അതായത് ഗാനഭൂഷണം കിട്ടിയ ഒരാളെ എന്റെ കൈ കിട്ടിയ ഞാൻ പറഞ്ഞു പറഞ്ഞ് അവനെ മാലമോഷണക്കാരനാക്കും.
എന്തായാലും പറഞ്ഞ ഉടനെ MD കയറി ചാടിക്കയറി അങ്ങ് പിടിക്കുക. സാറല്ലേ പറഞ്ഞ കൈ തരാനായിട്ട്? അങ്ങനെ ഞാൻ പലതും പറയും. ഉടനെ കയറി കൈ തരരുത്, എന്റെ വില പോകും. അപ്പൊ നിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും. പ്ലീസ് ലിസൺ മീ. ഈ പഞ്ചായത്തിൽ നടക്കുന്ന വെറൈറ്റി മരണങ്ങൾ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് കൊണ്ടുതരണം. എങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സാർ. ഓക്കെ, ഞാൻ കൊണ്ടുവരും. ബട്ട് ഒരു കാര്യം, മിസ്റ്റർ സാബു വെറൈറ്റി ഉള്ള വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു ത്വര എപ്പോഴും ഉണ്ടായിരിക്കണം. ത്വരയുണ്ട്. സൂക്ഷിക്കണം. ഓക്കെ, ഈ നിമിഷം തൊട്ട് അതിന്റെ ത്വരയുമായി ഞാൻ ഇറങ്ങുവാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. പോയിട്ട് വരാം സാർ. ലെറ്റ്സ് ഗോ മാൻ. അവസാനം ത്വരയ്ക്ക് പകരം വായി കൂടെ നൊരയും പദം ചാടിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇത് കണ്ണാടിയല്ലേ ചേട്ടാ, ഇതിവിടെ വെച്ചിരിക്കണതാ കേട്ടോ. കണ്ടിട്ട് ചേട്ടൻ്റെ പഴയ ഫോട്ടോ പോലെ ഉണ്ടല്ലേ. കണ്ണാടി അവിടെ. എന്നാ പേരെന്താ? ജാടയാണോ വന്നപ്പോഴേ? ഓഹോ, ചാനലിൽ കയറി ജാട അടിക്കാൻ വന്നാണല്ലേ. ചേട്ടാ പേരെന്താണെന്ന്? ഹലോ ചെക്കിംഗ്. ഹലോ മൈക്രോ ടെസ്റ്റ്. ഹലോ. ആഹാ, അപ്പൊ ഒരു സൈഡ് പോയി. ഒരു സൈഡ് പോയതാണല്ലേ? പോയതാ. വന്നപ്പോഴേ പറയണ്ടേ ചേട്ടാ, വന്നപ്പോഴേ പറയണ്ടേ ഇത്. അറിഞ്ഞില്ല. ഇവിടെ വന്ന് വെറുതെ ഇരിക്കാതെ എടുത്തിട്ട് പെരുമാറ്. വെറുതെ ഇരിക്കാതെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് പെരുമാറാൻ. കണ്ടോ? നന്നാകാനുള്ളതാ ഇതൊക്കെ. ചെയ്തോ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ചെയ്തു തരാം. പേരെന്താണെന്ന് പറഞ്ഞേ? പേര് എന്താന്നാ പറഞ്ഞേ? അടി പ്രഭാകര. പേരിട്ടിക്കോ, എന്നെ ഒന്ന് സഹായിക്കണേ. ഞാൻ ലേഡീസിനെ മാത്രമേ സാധാരണ മേക്കപ്പ് ചെയ്യാറുള്ളൂ. ആരോട് പറയാൻ? ന്യൂസ് ആകുമ്പോ ഓരോരോ ഗസ്റ്റുകളെ കൊണ്ടും അത് ഗോസ്റ്റിനെ പോലെ ഇരിക്കുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് വെക്കും. എനിക്കാണ് പണി. എവിടെ വീട് എവിടെ? ഇതിനെ ചോദിക്കണമെങ്കിൽ എവിടാ വീട്? മറ്റേ കോതുരുത്തി പാലത്തിന് താഴെ. അപ്പൊ വെള്ളപ്പൊക്കം വന്നാ അങ്ങ് ഒലിച്ചു പോകുമല്ലേ? എടോ, ഇതിനെ കൊണ്ട് ഞാൻ വെള്ളപ്പൊക്കം വന്നാ ഒലിച്ചു പോകുമോ ചേട്ടാ? പിടി. എന്റെ പൊന്നെ, അത് ബഡ്സ് അല്ല ചെവിയിട്ടിളക്കാൻ. അങ്ങനുണ്ട്. ഇത് വേണോ? ഇത് എന്തോ ഇത്? ലിപ്സ്റ്റിക്കാ. സെപ്റ്റിക്കാക്കോ? ഞാൻ തന്നെ സംയമനം പാലിക്കണം, അല്ലാണ്ട് രക്ഷയില്ല. ഒന്നുമില്ല, ഞാൻ ഇട്ട് തരാം. ഇങ്ങനെ ബൈ പിടിപ്പിട്ട് അവിടെയൊക്കെ. MD ചോദിച്ചാലേ, അവിടെ ന്യൂസിന്റെ അവിടെ ചെല്ലുമ്പോ MD ചോദിച്ചാൽ ഞാനാണ് മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞോ. കാരണം അപൂർവമായിട്ടേ ഇങ്ങനെ ചെയ്യാൻ കിട്ടുള്ളൂ, അതുകൊണ്ടാ. എന്താ ചേട്ടാ ഈ കാണിച്ചത്? സ്പ്രേ ആണെന്ന് കരുതി എടുത്ത് അടിച്ചതാണല്ലേ? ഇത് മണം വന്ന സ്പ്രേ അല്ല, തലയിലടിക്കുന്ന ഹെയർ സ്പ്രേ ആണ്. എന്റെ ദൈവമേ, ഞാനും ഇറങ്ങി പോണോ? റെഡിയല്ലേ? ആരുമില്ലേ ഇവിടെ? അയ്യോ അമ്മാവൻ, ഈ കിളവനോട് സംസാരിച്ച ഇന്ന് എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റും. അമ്മാവനോ, എന്താ കോലം അമ്മാവ ഇത്? ജീവിതമോ പത്ത് പിടിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഈ കച്ചത്തെല്ലാം പച്ച അടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അമ്മാവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നമ്മുടെ രവിക്കുഞ്ഞിന്റെ കല്യാണം അല്ലയോ? ആരുടെ അളിയന്റെയോ? ബാക്കി എല്ലാരും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്നെ നേരിട്ട് കണ്ട് വിളിക്കാൻ വേണ്ടി വന്നതാ. എന്നെ നേരിട്ട് വിളിക്കാൻ വന്നതാ? ഓ, ഒരു സൈഡേ കേക്കൂ. ഇപ്പുറത്ത് വന്നേക്ക്, ഇവിടെ വന്നേക്ക്, ഇവിടെ വന്നേക്ക്. അമ്മാവാ. ഓ, ആരോട് പറയാനാ? അമ്മാവാ, നാണോ മാനോ ഉണ്ടോ? ബാലയിലോ നാടകത്തിലോ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ മുഖത്ത് ചായം പൂശിക്കൊണ്ട് വന്ന് നിൽക്കുന്നത്? എടാ, നിന്നെ കാണാൻ ഇവിടെ വന്നപ്പോ ആ മുറിക്കകത്തോട്ട് ചെന്നപ്പോ ആ ചെറുക്കൻ കാണിച്ച പരിപാടി ചെയ്ത. ആര്? സതീശനോ? അവൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും.
എടോ സതീശ, ഓ ഇങ്ങോട്ട് വന്നടാ. ഓ എന്താ വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിച്ചത്? അതാ ഇതാരാ നിൽക്കുന്ന അറിയാമോ? നമ്മുടെ ന്യൂസ് വന്ന ഗസ്റ്റ് അല്ലേ? ഇത് ന്യൂസ് വായിക്കാൻ വന്ന ആളല്ല, ഓ ഇത് എന്റെ അമ്മാവനാണ്. അമ്മാവനാണോ? പിന്നെ? അച്ചോടാ, സാറിന്റെ അമ്മാവനാണെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവന്റെ സംസാര ചേച്ചി പോയി. അവന്റെ സംസാര ശേഷി പോയതല്ല, നിങ്ങളുടെ ചെവി അടിച്ചു പോയതാണ്. കല്യാണം വിളിക്കാനും വന്നവനെ വരെ മേക്കപ്പ് അടിച്ച് വിട്ടേക്കുന്നു. കുഴപ്പമില്ല, ഞാൻ തൂത്തോളാം. തൂത്തുകളയണ്ട, പോയാ മതി. പൊക്കോ പൊക്കോ. ഓക്കേ, ഓക്കേ. പോ ദേ പോന്നു. അമ്മാവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഓ കീപ് ദ പൊസിഷൻ. പൊസിഷനിൽ വന്ന് നിൽക്കാൻ. അമ്മാവൻ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? കല്യാണം വിളിക്കാൻ വന്നതല്ലേ? കുറി എവിടെ? കല്യാണം വിളിക്കാൻ വന്നതാണെങ്കിൽ കല്യാണക്കുറി എവിടെ? തന്നില്ല. ഞാൻ തരണോ? അല്ല, ഞാൻ തരാം. എന്നാ താ ഇങ്ങോട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തുവാ? ഭാര്യയും പിള്ളേരുമായിട്ട് വെളുപ്പിന് അങ്ങ് വരണം. അത് വരാം. എന്നാലേ ഉച്ചക്കത്തെ സദ്യക്ക് മുന്നേ അങ്ങ് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നിനക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉള്ളതല്ലയോ? അല്ല, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എന്തിനാടാ നീ കിണിക്കുന്നത്? അല്ല, അമ്മാവന് കുറെ നാൾ കൊണ്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കുക. അമ്മാവനെ കാണുമ്പോഴേ ഈ വേരോടെ മരം പിഴുതിട്ട പോലെ ഇരിക്കുന്നത്, ഈ മുടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നീ അല്ലേലും ഇങ്ങനെ തന്നെയാണ്, കുണം പിടിക്കുകയല്ലേ മൂത്തവരെ കളിയാക്കുന്നു. നിങ്ങളുടെ കല്യാണം വിജയിക്കുകയല്ല. ഹരിസാറേ, എന്താ ഇതാരാ? ഇതെന്റെ അമ്മാവനാ. ആഹാ, നമസ്കാരം. സ്റ്റീരിയോ അല്ല, മോണോയാ. ഒരു സ്പീക്കർ അടിച്ചു പോയി, അങ്ങേം കൂടെ കാണിക്കണം. നമസ്കാരം. നമസ്കാരം. അമ്മാവ, ഇത് സുനന്ദ. ഞാൻ എപ്പോഴും കാണാറുണ്ട്. അയ്യടാ, അത് പെട്ടെന്ന് അങ്ങ് പിടികിട്ടി. ഇല്ല, ഞാൻ 16 പ്രാവശ്യം ഇവിടെ തൊണ്ട വലിച്ചു കീറണമായിരുന്നു. അല്ല, ഈ പുള്ളി എന്താ ഇവിടെ? അമ്മാവന്റെ മോന്റെ കല്യാണം, അത് വിളിക്കാൻ വന്നതാ. പിന്നെ സാറെന്തിനാ എന്നോട് ആക്ഷൻ കാണിക്കുന്നേ? ഓ, അത് ശരി. ഇത് ഞാനോട് സംസാരിച്ച് ഞാനും ഇപ്പൊ അങ്ങനെ ആയി പോയത്. മോള് എന്റെ മോന്റെ കല്യാണത്തിന് വരണം. അതിപ്പോ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാനുള്ളിടത്ത് സുനന്ദയുണ്ട്. അല്ലേ സുനന്ദ? സാർ ഒരു മീറ്റിംഗ് വന്നേ. അയ്യോ അമ്മാവൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് വരത്തില്ലെന്ന്. അതെന്താ? അങ്ങനെ വേറെ ഏതോ ചാനലുകാർ പൊക്കി. അയ്യോ, ഇപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? എന്റെ ദൈവം. ഒരു വഴിയുണ്ട്. അങ്ങോട്ട് കിടക്കും. ആ മുഖത്തോട്ടം സൂക്ഷിച്ചു നോക്കി. അത് സാറിന് അമ്മാവനല്ലേ? അല്ലെന്ന്, ഒരു ജസ്റ്റിസ് ആ മുഖത്തൊളിഞ്ഞു കിടപ്പില്ലേ? പക്ഷെ സാറേ, അതൊക്കെ ശരിയാവോ? ശരിയാക്കും. ഭയങ്കര ഭാഷാജ്ഞാനമുള്ള മനുഷ്യനാണ്. പക്ഷെ പറഞ്ഞു മനസ്സിലാക്കാനാ പാട്. സുനന്ദേ, ഇതെന്റെ എല്ലാമായ അമ്മാവനാണ്. എന്റെ ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിച്ചിട്ടുള്ള ഒരേ ഒരു അമ്മാവനാണിത്. കേൾക്കുന്നുണ്ടോ? എന്റെ എല്ലാമായ അമ്മാവനാണിത്. എന്റെ ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിച്ചിട്ടുള്ള ഒരേ ഒരു അമ്മാവനാണിത്. സുനന്ദക്കറിയാവോ, ചെറുപ്പത്തിൽ ഞാൻ വിശന്ന് നടക്കുമ്പം എനിക്ക് കാച്ചിൽ പുഴുങ്ങി തന്ന പുഴുങ്ങിയ അമ്മാവനായത്. പിന്നെ എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ ഈ പൊന്നമ്മാവനാണ്. ആ അമ്മാവൻ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. സഹായോ? ഞാൻ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചാനൽ ചർച്ചയിൽ അമ്മാവനൊന്ന് പങ്കെടുക്കണം. അയ്യോ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് ഒരുപാട് കല്യാണം വിളിക്കാനുള്ളതാ. ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് കല്യാണം വിളിക്കാവല്ലോ. അമ്മാവാ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഇങ്ങനൊക്കെ പറഞ്ഞാ ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? പകുതി രക്ഷപ്പെട്ടു. അതെ, 3 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഷട്ടർ പൊക്കിയില്ല. അമ്മാവാ, അതെ, 3 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പട്ടിയുടെ പ്രശ്നം, രണ്ടാമത്തത് കുട്ടികളുടെ പാഠപുസ്തകം, മൂന്നാമത്തത് ബീഫിന്റെ പ്രശ്നം. അങ്ങനെ 2015 പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഇന്ന് ലൈവായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത്. അല്ല, എനിക്ക് ഇതിനെ കുറിച്ച് വല്ലതൊന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ പറയാൻ? ഈ അമ്മാവനൊന്നും പേടിക്കണ്ട, എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ട് നോക്കി അങ്ങ് വായിച്ചാൽ മതി. ആണോ? പിന്നെ ലൈവ് പോകുന്നതാ ന്യൂസ്, ചതിക്കരുത്. എന്തോ കണ്ടിട്ടാണോ ഈ തലയാട്ടുന്നത്? എന്തായാലും സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി മനസ്സ് മാറുന്നതിന് മുമ്പ് അങ്ങ് റെഡിയാക്കാം. കോസ്റ്റ്യൂമർ, ആ ടൈറ്റും കോയും ഇഞ്ഞെടുക്കൂ. ആ കോട്ടും ടൈയും ഇഞ്ഞെടുക്കൂ.